ഹലോ ഗായ്സ്, മഴ ഒരുവിധം തുറന്നു തോന്നിപ്പോ നേരെ പോയത് നീള ബോട്ട് ക്ലബ്ബിൽ ചെന്നപ്പോഴോ വെള്ളം പൊന്തിയേക്കാ പറഞ്ഞ ഗേറ്റ് പോലും ഒന്ന് തുറന്നു തന്നില്ല. ചേട്ടന്മാര് പറയുന്നുണ്ട് അതൊന്ന് തുറന്നതിന്റെ ഉള്ളിൽ എന്താ സംഭവം ഒന്ന് കാണിച്ചു തരുമോ. അപ്പൊ ഞങ്ങള് നേരെ വണ്ടി തിരിച്ച് ഭാരതപ്പുഴയ്ക്ക് ചെന്നു കേട്ടോ. നമ്മുടെ സ്ഥിരം സ്പോട്ടാണിത്. എല്ലാ കൊല്ലം ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കുറച്ചു നേരം ഇരിക്കല് പതിവാണ്. വണ്ടി ഇറങ്ങുമ്പോഴേക്കും മഴ ചെറിയ രീതിക്ക് ചാറിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നീരവിന് വേഗം റെയിൻകോട്ട് ഇട്ടു. ചേട്ടനും അവിടെ മഴയും കൊണ്ട് ഇങ്ങനെ നടന്നു. മഴ അതിന് മാത്രമൊന്നുമില്ല, ചെറിയ രീതിക്ക് ചാറിലുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ബാക്കിലൊക്കെ ഭയങ്കര ഒഴുക്കായിരുന്നേ. കൂടുന്നുണ്ട് തോന്നിയപ്പോ രണ്ടാളും കൂടെ ഒരു റെയിൻകോട്ട് എടുത്തു. ആകെ ഒരു റെയിൻകോട്ടേ ഉള്ളൂ, അതെടുത്ത് രണ്ടാളും തലയുടെ മോളിക്ക് ഇങ്ങനെ വെച്ച് നിൽക്കണം. ചെറിയ കുശുമ്പുണ്ട് കേട്ടോ ചേട്ടൻ്റെ കൂടെ ഞാൻ നിൽക്കണേന്. അവന് ഭയങ്കര കുശുമ്പനായിട്ടാ വരുന്നത്. പിന്നെ വേഗം നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഒരു പാർക്ക് ഉണ്ട്, അവിടെ പോയിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ല, ചെറിയ രീതിക്ക് ഇങ്ങനെ തിരിയാനും അറിയാനുള്ള സാധനങ്ങൾ തന്നെയുള്ളൂ. അപ്പൊ അവിടെ ഒന്ന് കളിച്ചു. അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ അവിടെ പാട്ട് കേൾക്കണത്. അതാണ് ചേട്ടനോട് പറയണത്. മകനും കൂടെ ചെറുതായിട്ടൊന്ന് ഊഞ്ഞാലാടി. അതിന്റെ ഇടയ്ക്ക് മോനൊന്ന് വീണു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും വെള്ളത്തേക്ക് വന്നേ. നീരവ് വീണപ്പോൾ റെയിൻകോട്ടിൽ കുറച്ച് മണ്ണൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതൊന്ന് കഴുകി തന്നാട്ടെ. അതിനുശേഷം വീണ്ടും അവൻ കളി തുടർന്നുകൊണ്ടിരുന്നു. ഞാനും ചേട്ടനെ അവിടെ സൈഡ് ഒതുക്കിട്ടോ. ചിരിക്കാൻ പറയുമ്പോ നല്ല രീതിക്ക് ഒന്ന് ചിരിച്ചും കൂടെ തന്നെ. ഇരുട്ടാവാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ കുട്ടികളൊക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ ഇരുട്ട് കൂടി വന്നപ്പോ നമ്മള് മെല്ലെ ഇറങ്ങി കൂടെ വണ്ടിയിലേക്ക് നടന്നു പോകുമ്പോഴാട്ടോ അവിടെ രണ്ട് താത്തമാര് നീരവന്റെ കയ്യിൽ ഒരു മഞ്ചൊക്കെ കൊടുത്ത് പേരൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാറ് പറഞ്ഞ് നമ്മള് വണ്ടിയിൽ കയറി പകുതി എത്തുമ്പോഴേക്ക് ഇരുട്ടാവാൻ തുടങ്ങിട്ടോ. നമ്മള് വേഗം അടുത്തുള്ള കിസ്മിസിൽ കയറി. നമ്മള് വലിയ രീതിക്ക് എവിടെയും കയറി ഫുഡൊന്നും കഴിക്കാൻ തന്നിട്ടില്ല. അപ്പൊ ഇതന്നെ ഒരു ഉന്നം വെച്ചിട്ട് നമ്മള് കയറിയ കൂട്ടത്തിൽ ഒരു അവിൽ മിൽക്കും കൂടെ മേടിച്ചു. അതിന്റെ കൂടെ ഇതും കൂടെ കഴിച്ചു. അങ്ങനെ നമ്മള് മൂന്നാളും കൂടെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ ബൈ ബൈ, സീ യു അടുത്ത വീഡിയോയിൽ കാണേ.